നമസ്കാരം. രസകരമായ രണ്ട് പരീക്ഷണങ്ങളാണ് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത്. അന്തരീക്ഷ മർദ്ദത്തിന്റെ ഇൻഫ്ലുവൻസ് എന്താണ് എന്ന് എല്ലാ കുട്ടികൾക്കും, ഏത് ക്ലാസ്സിലുള്ള കുട്ടികൾക്കാണെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ട് പരീക്ഷണങ്ങൾ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നു. നമുക്ക് പരീക്ഷണത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ഈ പരീക്ഷണത്തിലൂടെ അന്തരീക്ഷ മർദ്ദത്തിന്റെ സ്വാധീനം എന്താണ് എന്നത് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ചെറിയ ടീച്ചിങ് എയ്ഡ്, ലോ കോസ്റ്റ് ടീച്ചിങ് എയ്ഡുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് ഈ പരീക്ഷണത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം. ഇതൊരു ലോ കോസ്റ്റ് ടീച്ചിങ് എയ്ഡാണ്. ഇതിന് ഇതേപോലൊരു ഉപയോഗിച്ച് തീർന്ന ഒരു പ്ലാസ്റ്റിക് ഡപ്പയാണിത്. അതിന്റെ അടപ്പാണിത്. ഇതില് രണ്ട് റീഫില്ല് ഞാൻ അതിലേക്ക് പ്രസ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. ഒരെണ്ണത്തിന്റെ അറ്റത്ത് ഒരു ബലൂൺ ഘടിപ്പിച്ചിട്ടുണ്ട്, മറ്റതിന്റെ അറ്റത്ത് ഒരു റബ്ബർ ട്യൂബും ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് എയർ ടൈറ്റായിട്ട് ഒന്ന് അടയ്ക്കണം. അപ്പൊ എയർ ടൈറ്റായിട്ട് അടയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാസ്റ്റിക് ലിഡാണ് ഇതിനുള്ളത്. അപ്പൊ ഇത് പ്ലാസ്റ്റിക് ലിഡ് എയർ ടൈറ്റായിട്ട് അടഞ്ഞു വരും. ഇനി എന്താണ് ആക്ടിവിറ്റി എന്നുള്ളതാണ്. ഈ റബ്ബർ ട്യൂബ് ഒന്ന് വീർപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് രണ്ട് രീതിയിൽ വീർപ്പിക്കാം. സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ഈ ഒരു ആക്ടിവിറ്റി കൊടുക്കുന്ന സമയത്ത് അവര് ഇതിലൂടെ ഇങ്ങനെ വീർപ്പിക്കും. അപ്പൊ കാറ്റ് ഉള്ളിലേക്ക്, എയർ ഉള്ളിലേക്ക് നമ്മൾ പാസ് ചെയ്തപ്പോ ബലൂൺ വീർത്തു വരും. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇതിലൂടെ നമ്മൾ എയർ പാസ് ചെയ്യാൻ പാടില്ല. ഇതിലൂടെ എയർ പാസ് ചെയ്യാതെ എങ്ങനെ ഇത് വീർപ്പിക്കാം, ഇതാണ് കുട്ടികൾക്ക് കൊടുക്കുന്ന ആക്ടിവിറ്റി. അപ്പൊ അവര് സ്വാഭാവികമായിട്ടും ഈ റബ്ബർ ട്യൂബ് കാണുമ്പോൾ അതിലൂടെ വീർപ്പിക്കും. അപ്പോൾ ഊതി വീർപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ബലൂൺ വീർക്കുകയല്ല, അത് ഷ്രിങ്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിലൂടെ അങ്ങോട്ട് ഊതിയിട്ട് ബലൂൺ വീർക്കാൻ പാടില്ല, ഇതിലൂടെ ഊതാനും പാടില്ല. പിന്നെ എങ്ങനെ വീർപ്പിക്കും എന്നുള്ളതാണ് ടാസ്ക്. അപ്പൊ കുട്ടികള് പലതരത്തിൽ ഇത് ശ്രമിച്ചു നോക്കും. അപ്പൊ ഒരു മെത്തേഡ് ഇങ്ങനെയാണ്. ഇതിലൂടെ നമുക്ക് ഉള്ളിലേക്ക്, അകത്തേക്ക്, ഇതിനകത്തുള്ള എയറിനെ നമുക്ക് ഉള്ളിലേക്ക് വലിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിലൂടെ എയർ വലിച്ചെടുക്കാൻ സമയത്ത് ബലൂണ് വീർത്തു വരും. അപ്പൊ അതിനെന്താണ് കാരണം? അപ്പൊ ഈ ട്യൂബിലൂടെ നമ്മൾ എയർ വെളിയിലേക്ക് വലിച്ചെടുക്കുമ്പോൾ ഈ ബോട്ടിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ പ്രഷർ കുറയും. അപ്പോൾ വെളിയിലുള്ള പ്രഷർ കൂടുതലാണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതലാണ്. അപ്പോൾ പ്രഷർ കുറഞ്ഞ ഈ ഉള്ളിലേക്ക് വെളിയിൽ നിന്നുള്ള വായു ഈ ട്യൂബിന്റെ ഈ ഓട്ടയിലൂടെ അകത്തേക്ക് പ്രവേശിക്കും. അങ്ങനെയാണ് ഈ ബലൂൺ വീർത്തു വരുന്നത്. നമുക്ക് ഒന്നും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കാം വീർക്കുന്നത്. കണ്ടില്ലേ? അപ്പൊ നമ്മൾ എത്ര ശക്തിയോടെ ഇങ്ങനെ എടുക്കുന്നോ അതനുസരിച്ച് ഇത് വീർത്തു വരും. നമ്മുടെ ഈ ഒരു പരീക്ഷണത്തിലൂടെ നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റിയും നമുക്ക് പരിശോധിക്കാൻ പറ്റും. ലങ്സിന് എത്ര കപ്പാസിറ്റി ഉണ്ട് എന്ന് പരിശോധിക്കാനും നമുക്ക് ഇതാണ്. ആരാണ് കൂടുതൽ ഈ ബലൂൺ വീർപ്പിച്ചത് എന്ന് നോക്കിയാൽ അവരുടെ ലങ്സിന്റെ കപ്പാസിറ്റി നമുക്ക് അതുവഴി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അന്തരീക്ഷ മർദ്ദത്തിന്റെ സ്വാധീനം എന്താണ്, അന്തരീക്ഷ മർദ്ദം ഇതിലെങ്ങനെ പ്രയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ പരീക്ഷണത്തിലൂടെ ഞാൻ പ്രകടിപ്പിക്കുന്നത്. അടുത്ത ഒരു എക്സ്പെരിമെന്റും കൂടെ അന്തരീക്ഷ മർദ്ദത്തിന്റെ ഇൻഫ്ലുവൻസ് എന്താണ്, അതിന്റെ സ്വാധീനം എന്താണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണമാണ്. ഇതിനു വേണ്ടിയിട്ട് ഒരു ബൗള്, മറ്റൊരു ബൗളിൽ കുറച്ച് വെള്ളം, ഈ വെള്ളത്തിനൊരു നിറം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ചൊരു ഉജ്ജ്വല അതിൽ ചേർത്തിട്ടുണ്ട്. 3 കുപ്പി ഗ്ലാസുകൾ ആണ് ഇതിന് വേണ്ടത്. കൂടാതെ കുറച്ച് ഇതുപോലത്തെ ചാർട്ട് പേപ്പറുകളും എടുത്തിട്ടുണ്ട്. നമ്മുടെ പരീക്ഷണം എത്രയേ ഉള്ളൂ. ഈ ഗ്ലാസ്സിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്യാണ്. അപ്പൊ ഈ വെള്ളം ആഡ് ചെയ്തു. അതിനുശേഷം ഈ ചാർട്ട് പേപ്പർ കൊണ്ട് ഞാൻ ഇതിനെ അടച്ചു. അപ്പൊ വെള്ളം പോകാതിരിക്കാനാണ്. അപ്പൊ ഇങ്ങനെ ഒന്ന് കമത്തി കഴിഞ്ഞാലും ഇങ്ങനെ കമത്തി. ഇനി ഞാൻ ഈ കൈ എടുത്തു, പക്ഷെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അടിയിലത്തെ കൈ എടുത്താൽ എന്ത് സംഭവിക്കും? ഇപ്പൊ തന്നെ വെള്ളം വന്ന് നിൽപ്പുണ്ട്. അപ്പൊ അടിയിലത്തെ കൈ എടുത്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഞാൻ മെല്ലെ മെല്ലെ അടിയിലത്തെ കൈ എടുക്കുകയാണ്. ഒന്നും സംഭവിച്ചിട്ടില്ല. ആ വെള്ളത്തിന്റെ വെയിറ്റ് താഴോട്ടാണ്, പക്ഷെ ആ ഗ്ലാസ് ഈ വെള്ളം വീഴാതെ അത് താങ്ങി നിർത്തിയിരിക്കുന്നു. അതിന് കാരണം എന്താണ്?
നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത ഒരു ഗ്ലാസ്സിൽ കുറെ കൂടെ വെള്ളം എടുക്കുക. ഇവിടെ വെള്ളം കുറവായതുകൊണ്ടാണോ ഇനിയും പോകാത്തത് എന്നുള്ളതാണ് പരീക്ഷണം. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം നമുക്ക് എടുക്കാം. ഇതാ, അപ്പൊ ഇതിനേക്കാളും കൂടുതൽ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം എടുക്കുന്ന സമയത്ത് ഈ ഇതേപോലെയുള്ള സെയിം എക്സ്പെരിമെന്റ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അടച്ചു, അതിനെ കമഴ്ത്തി, അപ്പോഴും വെള്ളം വന്നിപ്പോൾ വെള്ളം ഒന്ന് കളഞ്ഞു. അടിയിൽ നന്നായിട്ടൊന്ന് ഇവിടെ അടിയിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തു. എന്നിട്ട് ഈ മേളിലത്തെ കൈ ഞാൻ എടുത്തു, വെള്ളം വീഴില്ല. പക്ഷെ അടിയിലത്തെ കൈ എടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതാ, അടിയിലത്തെ കൈ ഞാൻ മെല്ലെ എടുക്കുകയാണ്. ഈശ്വര ഭഗവാനെ, വീണിട്ടില്ല. അപ്പൊ വെയിറ്റ് കൂടുതലാണ്, വെള്ളത്തിന്റെ വെയിറ്റ് കൂടുതലാണ്, എന്നിട്ടും അത് വീണില്ല. അപ്പോൾ അത് അന്തരീക്ഷമർദ്ദത്തിന്റെ സ്വാധീനമാണ്. നമുക്കിനിയും ഈ എക്സ്പെരിമെന്റ് ഫുൾ ഗ്ലാസ് വെള്ളം നമുക്ക് എടുത്തിട്ട് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് നിറച്ച് വെള്ളം നമുക്ക് എടുക്കാം. അപ്പൊ ഇതിനകത്ത് നിറച്ച് വെള്ളമായിട്ടുണ്ട്. അപ്പോൾ ആ വേറൊരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് അടയ്ക്കാം. അപ്പൊ അടച്ചിട്ട് ഇതേപോലെ സെയിം ആയിട്ട് എക്സ്പെരിമെന്റ് നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ഇതാ, അപ്പൊ ഇപ്പോ ഈ ഗ്ലാസ്സിനകത്ത് ഫുൾ വെള്ളമാണ്, നല്ല വെയിറ്റ് ഉണ്ട്. ഈ വെള്ളത്തിന്റെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യാണ്. അപ്പോൾ ഈ വെള്ളം കടലാസ് താങ്ങി നിർത്തുമോ എന്നുള്ളതാണ് നമ്മുടെ ഒരു എക്സ്പെരിമെന്റ്. ഇതാ, ഞാൻ കൈയെടുത്തു, ഫുൾ ഗ്ലാസ് വെള്ളം ഇവിടെ ഉണ്ട്. അപ്പോൾ വെള്ളത്തിന്റെ വെയിറ്റ് താഴോട്ടാണെങ്കിൽ അതിനെ താങ്ങി നിർത്താൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മുകളിലേക്ക് ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു. അപ്പോൾ അന്തരീക്ഷ മർദ്ദത്തിന്റെ സ്വാധീനം എന്താണ്, ഇൻഫ്ലുവൻസ് എന്താണ് എന്ന് കാണിക്കാൻ ഈ ഒരു പരീക്ഷണം നമുക്ക് കുട്ടികൾക്ക് തന്നെ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അന്തരീക്ഷ മർദ്ദം കൊണ്ടാണ് ഇതിങ്ങനെ നീക്കുന്നത്. അല്ലെങ്കിൽ വെള്ളമെല്ലാം ഇവിടെ നിന്ന് താഴോട്ട് വീഴും, ഇവിടെ താഴോട്ട് വീണില്ല. ഇതാണ് ഈ പരീക്ഷണം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അന്തരീക്ഷ മർദ്ദത്തിന്റെ സ്വാധീനം എന്താണ് എന്ന് ഈ ഒരു ചെറിയ പരീക്ഷണം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമസ്കാരം.